എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇനിയെങ്കിലും ഈ അപകട മരണങ്ങൾ ഒഴിവാക്കാൻ വകുപ്പ് മന്ത്രിമാർ ഒന്ന് ശ്രദ്ധിച്ചാലും. കേരളത്തിൽ പല ഭാഗത്തും വളരെ അപകട നിലയിൽ ഉള്ള കെട്ടിടങ്ങളുണ്ട്. അത് ആരോഗ്യരംഗത്തായിരുന്നാലും മറ്റു പല സ്ഥലങ്ങളിലും. കാരണം നമ്മുടെ ജനറൽ ആശുപത്രി കമ്പൗണ്ടുള്ളിൽ തന്നെ പഴയ കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി നിൽക്കുമ്പോൾ അവിടെയാണ് ഈ രോഗികളും അവരോടൊപ്പം വരുന്നവരും റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ വരാന്തയിലൊക്കെയാണ് ഇരിക്കുന്നത്. ഏത് സമയത്തും പൊളിഞ്ഞ് വീഴുമെന്ന് അറിയില്ല. ഇത് വളരെ അപകടകരമായൊരു അവസ്ഥയാണ്. ഈ പൊളിച്ചു മാറ്റുന്നതിന് എന്താ കുഴപ്പമെന്നറിയില്ല. ഒരു കുഴപ്പമില്ല. അവർക്ക് 24 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നുള്ളൂ ഈ മന്ത്രിസഭയ്ക്ക്. കാരണം ഇവരുടെ ഒരു പോഷക സംഘടന ഊരാളുങ്കൽ എന്നുള്ള ഒരു സൊസൈറ്റി ഉണ്ട്. അവർക്ക് എല്ലാ എക്യുപ്മെൻറ്റ്സ് അല്ലാണ്ട് അവരൊന്ന് അപ്പം തന്നെ പൊളിച്ചു കൊടുക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഊരാളുങ്കലിനെ ഏൽപ്പിക്കക്കാർ അവർക്ക് പൈസ ഉണ്ട്. ഇപ്പോൾ ഖജനാവിൽ പൈസയില്ല. പക്ഷേ എങ്കിലും ഇവർ സാധിച്ചാൽ അത് നിഷ്പ്രയാസം സാധിക്കും. ജനറൽ ഹോസ്പിറ്റലിൽ പണി തീർന്നിരിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്ക് അർജൻറ്റായിട്ട് അത് ഉപയോഗിക്കാനുള്ള ശ്രമം തുടങ്ങണം. അതിന് ഏതെങ്കിലും മന്ത്രിമാരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരു മാമാങ്കം നടത്തേണ്ട ഒരു എത്രയോ നാളുകളെ അവിടെ തീർന്നിരിക്കുകയാണ്. അത് കഴിയുന്ന ഉപയോഗപ്രദമാക്കുക. അതുപോലെ തന്നെ പല ഗവൺമെൻറ് ആശുപത്രികൾ, പല വില്ലേജ് ഓഫീസുകൾ, രജിസ്റ്റർ ഓഫീസുകൾ ഒരുപാട് തകർന്ന രീതിയിലാണ് നിൽക്കുന്നത്. അവിടെ ആൾക്കാർ ഇപ്പോഴും പോയി വരുന്നു, ഉപയോഗിക്കുന്നു. അത് എപ്പോഴാണ് അവിടെ അപകടങ്ങൾ വരുത്തുക എന്നറിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ മന്ത്രിമാർ മിക്കവാറുമുള്ള മന്ത്രിമാർ പത്രം വായിക്കാറില്ല. അവർ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നാണ് വിവരങ്ങൾ അറിയുന്നത്. അപകടങ്ങൾ സംഭവിച്ചാൽ ഉടൻ തന്നെ ഒരു സാധാരണ നടത്തുന്നതുകൊണ്ട് ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും. അത് വന്നാൽ വേണ്ട തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന ആൾക്കാരുണ്ട്. അത് മന്ത്രിമാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കടന്നുകൂടിയിരിക്കുന്നത് എല്ലാവരും ചാരന്മാരാണ്. ഈ ചാരപ്രവൃത്തിയാണ് അവരുടേത്. കാരണം ഒരു മന്ത്രി മനുഷ്യത്വപരമായി എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ അത് മുകൾ തട്ടിൽ മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ല. കാര്യം ഈ മുഖ്യമന്ത്രിക്കാണെങ്കിൽ സമയം നിലയത്ത് അദ്ദേഹം ഭരണത്തിലുപരി വേറെ പല കാര്യങ്ങളിലും പല ബിസിനസ്സിലും ഇടപെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഈ ഫയലുകൾ എത്തുന്ന വളരെ ഇതായിരിക്കും. കാരണം ഈ മുഖ്യമന്ത്രി ചാരന്മാരെ ഇറക്കിയിരിക്കുന്നത്. ഈ ചാരന്മാർക്കുള്ളൊരു ഗുണം ഇസ്രയേലിലെ മൊസാദും എന്തിനു പറയുന്ന അമേരിക്കൻ ചാരസംഘടനയും ഈവൻ നമ്മുടെ ഈ പാകിസ്ഥാനിലെ ഒരു ISI അവരും നമ്മുടെ മൊസാദ്, നമ്മുടെ റോയ എന്ന വിഭാഗത്തിനെയും വെല്ലുന്ന തരത്തിലുള്ള മിടുക്കന്മാരായ ആൾക്കാരെയാണ് ഈ ഓരോ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ മന്ത്രിമാർക്കറിയാം അവർക്കെന്ത് പറയുക, ഈ എല്ലാമൊക്കെ കിട്ടുക അപ്രതീക്ഷിതമായിട്ടുള്ള ഓരോരോ മന്ത്രിസ്ഥാനമാണ്. അവർ മാക്സിമം ഉള്ള അവരുടെ സ്വന്തം കാര്യത്തിന് അവർ നോക്കുമ്പോൾ പ്രധാനമായ ഒരു തീരുമാനം മന്ത്രിമാർക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത് അവിടെ കിടക്കുന്ന ചാരന്മാരുടെ അപ്രൂവൽ കിട്ടിയെങ്കിലേ പറ്റൂ. ചാരന്മാരാണ് വിവരങ്ങൾ ചോർത്തി മുഖ്യന് കൊടുക്കുന്നത്. മുഖ്യൻ അവിടെ നിന്ന് തീരുമാനിക്കും. പിന്നെ ഈ ചാരസംഘടന ഇല്ലാത്ത ഒരേ ഒരു 2 വിഭാഗം അത് ടൂറിസവും മരാമത്തും. അത് കാരണം അത് മരുമകൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ എന്ത് നടക്കുക അങ്ങോട്ട് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയവുമാണ്, വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പോൾ ആകെ ഇപ്പോഴുള്ള ഈ ഇവർക്കുള്ള ഏറ്റവും വലിയൊരു ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ വലുതായിട്ട് കേരളത്തെ ബാധിച്ചില്ല. കാരണം ആ ദുരന്തങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭയാണ്. അതുണ്ടെങ്കിൽ ഇവിടെ നിധി കളക്ട് ചെയ്യാൻ പറ്റും. അതിൽ കുഴപ്പമില്ല, തരികിടയും കാണിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇവർ കോടികളാണ് ഈ ആരോഗ്യരംഗത്ത് കൊടുത്തിരിക്കുന്നത്. ആ കോടികൾ ആരോഗ്യ രംഗത്തിലേക്ക് കടന്ന് അതെല്ലാവരും കൂടെ പങ്കിട്ടങ്ങ് എടുക്കും. അപ്പോൾ അതിന് വേറെ പ്രത്യേക ലോബിയുണ്ട്.
ഇതുകൊണ്ടാണല്ലോ പലയിടത്തും പല അപകടം വന്നാലും അത് എൻ്റെ തെറ്റാണ് ഏതാണെന്ന് എനിക്കറിയില്ല. ആ കോട്ടയത്തുള്ള നടന്ന ദുരന്തത്തിൽ അതിന് മുന്നിൽ നിന്ന് അവിടുത്തെ സൂപ്രണ്ട് ഇറങ്ങി ഞാനാണ്, എൻ്റെ ഡയറക്ഷനാണ്, അദ്ദേഹം തെറ്റേറ്റിരിക്കുക എന്ന് വിചാരിച്ചാൽ അദ്ദേഹം ആ സൂപ്രണ്ട് അയാളൊരു പാവത്താണ്, ഇല്ല നല്ല മനുഷ്യനെന്നാണ് പറയുന്നത്. അത് ആർക്കും ഒരു കുഴപ്പം ഉണ്ടാകണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ആ പാവം ഒരു വനിതാ മന്ത്രിയാണല്ലോ, ആരോഗ്യമന്ത്രി, അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾക്ക് ഈടാകുന്നത് ഈ ആരോഗ്യമന്ത്രിയാണ്. ഏറ്റവും കോടാനുകോടികൾ മറിയുന്ന ഒരു മേഖലയാണ്. അത് മന്ത്രിക്കൊന്നും അറിയില്ല, അത് പോകേണ്ടടുത്ത് അതിന് പ്രത്യേക ഒരു ലോബിയുണ്ട്. അതിനു വേണ്ടി മാത്രമാണ് ഈ പേഴ്സണൽ സ്റ്റാഫിൽ മുഖ്യമന്ത്രിയുടെ ഡയറക്റ്റ് നിരീക്ഷണത്തിൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ സ്റ്റാഫിനെയൊക്കെ നിയമിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവർ വായിക്കേണ്ട ഒരു പത്രമൊന്നും വായിക്കേണ്ട കാര്യമില്ല. ഇവരെന്തെങ്കിലും പത്രം വായിച്ച് എന്തെങ്കിലും മന്ത്രിക്ക് കുഴപ്പമുണ്ടാകുന്ന രീതിയിലോ മന്ത്രിസഭയ്ക്ക് കുഴപ്പമുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട്ട് മുൻകൂട്ടി മുഖ്യമന്ത്രിയെ അറിയിക്കുക. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭരണസ്പന്ദനവും ഇവിടെ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിന് നേരെ ആകത്തില്ല. ഇനി എന്തായാലും ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിമാർക്ക് ഇനി അടുത്തൊരു ചാൻസ് കിട്ടാനും എന്നാൽ ഇനി അടുത്തൊരു ഗിമിക്സ് 100% ഇനി അടുത്ത നമ്മുടെ തോമസ് ഐസക്കിനെയും അവരെ പല പഴയ ആൾക്കാരും മന്ത്രി ശൈലജ ഇവരൊക്കെ കൊണ്ട് ചിലപ്പോൾ രംഗത്തിറങ്ങി ഇപ്പം ഞങ്ങൾ കാണിച്ചത് തെറ്റ് പറ്റി, ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയൊരു ലോകത്തിലേക്ക് കടക്കാമെന്നുള്ളൊരു രീതിയിൽ അടുത്ത ഇലക്ഷൻ ഇവരെ കൊണ്ട് പ്രതിഷ്ഠിച്ച് അവർ കളി നടത്താൻ ഇവർ വലിയ ബുദ്ധിശാലി. അവർക്കറിയാം എവിടെ എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഈ BJPയും കോൺഗ്രസ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കളി നിങ്ങൾ വിചാരിക്കുന്ന അപ്പുറത്തായിരിക്കും വരിക. ഇനി ഇപ്പോഴുള്ള ഈ മന്ത്രിപദത്തിലുള്ള എല്ലാവരെയും അങ്ങോട്ട് മാറ്റി അതിനുശേഷം പഴയ ആൾക്കാരെ തന്നെ ഇവർ കൊണ്ടിറക്കും. നോക്കിക്കോളൂ, അതാണ് ഈ സംഭവിക്കാൻ പോകുന്നത്. അത് യാതൊരു മാറ്റവും വരില്ല. കാരണം എന്നിരുന്നാലും ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ ഉള്ള കാരണഭൂതന് വലിയ കുഴപ്പം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കാരണഭൂതൻ നടക്കാൻ വയ്യാത്തൊരു സ്റ്റേജ് വരും. ഇപ്പോൾ ഏതാണ്ട് അതൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു 95 അദ്ദേഹത്തിന് ശരിക്കും നടക്കാൻ വയ്യ. ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരണം. ഈ പല സിനിമകളും കാണുന്നത് പോലെ ഒരു ലെവലായിപ്പോയി. പക്ഷേ എങ്കിലും അയാൾക്ക് ആ ചെയർ മുഖ്യമന്ത്രിക്ക് ചെയർ വിട്ട് മാറാൻ പറ്റും. അങ്ങ് രസം പിടിച്ചുപോയി, അങ്ങ് പിടിച്ചിരിക്കുക ബ്ലഡിൽ. വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായിരുന്നാലും സാധിച്ചാൽ ആ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുക, ദീപിക തന്നെ നിലനിർത്തരുത്. സാധിച്ചില്ല നിങ്ങളുടെ തന്നെ കുറേ DYFയും ഡിഫിയും മറ്റെന്തൊക്കെ ഉണ്ടോ അവരെ കൊണ്ടങ്ങോട്ട് പൊളിപ്പിച്ച് മാറ്റുക. അതൊരു ധാർമ്മികതയായിരിക്കും, മനുഷ്യനോട് ചെയ്യുന്ന വലിയൊരു കാര്യമായിരിക്കും. സോ എല്ലാവരും സൂക്ഷിക്കുക. ഇനിയെങ്കിലും വല്ല കെട്ടിടങ്ങളുടെ വരാന്തയിൽ പോയിരിക്കരുത്, ഇരുന്നാൽ ബുദ്ധിമുട്ടാകും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ മന്ത്രി വാസവനും ഈ അപ്പം നേതാവും ഈ കുന്തം കുടച്ചക്കര മന്ത്രിമാരുടെ ചില പ്രസ്താവനകൾ അവർ ഈ ആരോഗ്യമന്ത്രിയെ സഹായിക്കാനുള്ള പ്രസ്താവന നടത്താൻ നേരെ ആരോഗ്യമന്ത്രി തിരിച്ചടിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആരോഗ്യമന്ത്രി ഇപ്പോൾ കാണിക്കുന്നല്ല, കുറച്ച് സൈലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. നിങ്ങളെ എല്ലാവരും കൂടെ ഒതുക്കാനുള്ള ശ്രമമാണ്. നിങ്ങളറിയില്ല, നിങ്ങളും പാവം കിട്ടിയ ആദ്യത്തെ ഒരു മന്ത്രിപദമാണല്ലോ, ശരിക്കും ഉപയോഗിച്ച് തന്നെ ആകണം. എന്തായാലും കൂടി ഇപ്പോൾ കുറച്ച് മാസങ്ങളെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ അതങ്ങോട്ട് ചെയ്യുക. സോ ഒരിക്കൽ കൂടി പറഞ്ഞ ഫയർ ആൻഡ് റെസ്ക്യൂസ് ഞാൻ എപ്പോഴും തയ്യാറായിരിക്കും. ഏത് സമയത്ത് എവിടെ ഇടിഞ്ഞ് വീഴാൻ തിരുവനന്തപുരത്തായിരിക്കും ഇപ്പോൾ കൂടുതൽ കെട്ടിടങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കഴക്കൂട്ടത്ത് ഒരു രജിസ്ട്രാർ ഓഫീസുണ്ട്. അതും ഏതാണ്ട് വീഴുന്ന ആൾക്കാർ ഒത്തിരി കയറി ഇറങ്ങി ടാർപ്പാളികൾ മൂടിയിട്ടാണ് വർക്ക് നടക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കെട്ടിടം തീർന്നെന്നാണ് പറയുന്നത്. പക്ഷേ പ്രവർത്തനം ആയില്ല, അവരാക്കുന്നില്ല. അതിന് കുറച്ച് ദുരന്തങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമേ ഇതൊക്കെ നടപ്പുള്ളൂ. ശ്രദ്ധിക്കുക ആൾക്കാർ. ഇനിയും പൊളിയാൻ നിൽക്കുന്ന കെട്ടിടങ്ങളുടെ മുന്നിൽ പോയി നിൽക്കാതിരിക്കുകയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ നഷ്ടപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ ഫയർ റെസ്ക്യൂ സേനയും തയ്യാറായിരിക്കുക. എപ്പോഴും ഏത് സമയത്തും എവിടെ സംഭവിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.